നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളം ഇന്ന് തെല്ലും നേരെ മുന്നോട്ട് പോകുന്നെങ്കിൽ അതിനുള്ള കാരണം കേന്ദ്ര സർക്കാർ തന്നെയാണ്. എല്ലാം നേടിയെടുത്തിട്ട് കുറ്റം പറഞ്ഞ് ക്രെഡിറ്റ് പോലും നൽകാതെ മുന്നോട്ട് പോവുകയാണ് കേരളമെന്നാണ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ പ്രസ്താവന വലിയ വിവാദമായി മാറിയിരുന്നു. പ്രതിപക്ഷ നേതാവും ഭരണപക്ഷ നേതാക്കളും അടക്കം വലിയ തോതിൽ അതിനെ വിമർശിച്ചിരുന്നു. വിഴിഞ്ഞം പോലും അനങ്ങിയത് മോദി വന്നതിന് ശേഷമാണെന്നും മോദി ഉണർന്ന് പ്രവർത്തിച്ചതുകൊണ്ടാണ് കേരളത്തിൽ വികസന പ്രവർത്തനങ്ങൾ പോലും നടക്കുന്നതെന്നാണ് കേന്ദ്രമന്ത്രി ഇതിന് പിന്നാലെ വ്യക്തമാക്കിയത്. അർഹമായത് കിട്ടുമെന്നും പിച്ചച്ചട്ടിയുമായി വരേണ്ടെന്നും കേരളത്തിൻ്റെ കപടത നിരന്തരം തുറന്നു കാട്ടുമെന്നുമാണ് ജോർജ് കുര്യൻ പറഞ്ഞിരിക്കുന്നത്. മറ്റു പല സംസ്ഥാനങ്ങൾക്കും കൂടുതൽ വിഹിതം നൽകുന്നതിൻ്റെ കാരണം അവർ വളരെ പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളാണെന്നും അതുകൊണ്ടാണ് കൂടുതൽ സഹായം നൽകുന്നതെന്നുമായിരുന്നു ജോർജ് കുര്യൻ്റെ വിശദീകരണം. ഇനിയിപ്പോൾ കേരളത്തിനും അത് വേണമെങ്കിൽ കേരളം തുറന്നു പറയുക പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനമാണെന്ന്. ഇതാണ് വലിയ വിവാദമായി മാറിയത്. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ പരിഗണന കേരളത്തിന് കേന്ദ്രം നൽകിയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏത് വികസന പ്രവർത്തനത്തിനാണ് കേരളം സ്വന്തം നിലയ്ക്ക് പണം കണ്ടെത്തുന്നത്? സാമ്പത്തിക വിദ്യാഭ്യാസം അടക്കമുള്ള മേഖലകൾ തകർന്നടിഞ്ഞുവെന്നാണ് ജോർജ് കുര്യൻ പറഞ്ഞത്. ഇക്കാര്യം കേരളം തുറന്ന് സമ്മതിക്കണമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. വായ്പ ചോദിച്ചുകൊണ്ടാണ് പലതവണയായി കേന്ദ്രത്തിൻ്റെ വാതിൽ മുട്ടുന്നത്. ഈ വായ്പ എടുക്കുന്നത് കേരളത്തിലെ വികസന പ്രവർത്തനത്തിനല്ല, പകരം ശമ്പളമടക്കം പെൻഷനടക്കം നൽകാൻ വേണ്ടിയിട്ടാണ്. നരേന്ദ്രമോദിയുടേതല്ലാതെ ഒരു വികസന പ്രവർത്തനവും കേരളത്തിൽ നടക്കുന്നില്ല എന്ന് കൂടിയാണ് ജോർജ് കുര്യൻ്റെ പ്രസ്താവന. എല്ലാ പദ്ധതികൾക്കും കേന്ദ്രം പണം കൊടുക്കുന്നു, എന്നിട്ടും മോദിക്ക് ക്രെഡിറ്റ് കൊടുക്കാൻ എന്തുകൊണ്ട് കേരളം തയ്യാറല്ല? പ്രത്യേകിച്ചും പിണറായി സർക്കാർ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. മോദി കൊടുക്കുന്നതല്ലാതെ എന്താണ് കേരളത്തിലുള്ളതെന്നാണ് ജോർജ് കുര്യൻ്റെ ചോദ്യം. കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്ന പതിവ് പല്ലവി അതിനെ തകർക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി പിന്നോക്കാവസ്ഥയുണ്ടെങ്കിൽ ഫിനാൻസ് കമ്മീഷനെയാണ് സമീപിക്കേണ്ടത്. ഫിനാൻസ് കമ്മീഷനോട് നിലവിലത്തെ സാഹചര്യം പറയണം, സത്യം തുറന്നു പറയണം. കേരളം വലിയ സാമ്പത്തിക ഞെരുക്കത്തിലാണെന്നും ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ധനമന്ത്രി അടക്കം ഇടയ്ക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്. സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് തുറന്നു പറയാൻ തയ്യാറായി കഴിഞ്ഞാൽ കേരളത്തിനൊപ്പം ഉറപ്പായും താൻ നിൽക്കും. കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളിൽ ഒന്നാമതെത്താൻ കഴിഞ്ഞത് മോദിയുടെ സഹായം കൊണ്ടാണെന്നും ജോർജ് കുര്യൻ തന്നെ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.